പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമുക്ക് ഇന്ന് നല്ല അടിപൊളി പുട്ടും കടലയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളക്കടല. വെള്ളക്കടലയ്ക്ക് നല്ല ഗുണവുമാണ്, അതുപോലെ തന്നെ നല്ല വിലയുമാണ്. എനിക്ക് മറ്റേ കടലയെക്കാട്ടിലും വെള്ളക്കടലയാണ് ഇഷ്ടം. അപ്പം എന്തായാലും ഇന്ന് വെള്ളക്കടലയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കടല. അതുപോലെ തന്നെ നമുക്ക് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ സവാള അരിയുമ്പോഴത്തേക്കും നല്ല നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കടലക്കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഈ സവാള വെന്തും കിട്ടും. അപ്പോൾ കടലക്കറി വെക്കുമ്പോൾ എപ്പോഴും നൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ കടലക്കറിക്ക് ഇടേണ്ട പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഗരം മസാല. ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കടലക്കറിക്ക്. ഇപ്പം നമ്മൾ കടലക്കറി കുറേ രീതിയിലുണ്ടാക്കും. വറുത്തരച്ച് വെക്കും, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും, സാധാരണ രീതിയിൽ മുളകിട്ട് വെക്കും. അപ്പം എനിക്കിഷ്ടം സാധാരണ രീതിയിൽ വെക്കുന്നത് തന്നെയാണ്. ഇപ്പം ചിക്കൻ കറിയൊക്കെ വെക്കത്തില്ലേ, ആ രീതിയിൽ ആ ഒരു ടേസ്റ്റാണ് ഇന്ന് നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എളുപ്പത്തിലൊരു കടലക്കറി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. എല്ലാം കൂടെ കുക്കറിലോട്ട് ഇടുക. കടലയും വെള്ളത്തിലിട്ട കടലയും സവാളയും പച്ചമുളകും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വെച്ച് ഞാനൊന്ന് അടിച്ചെടുക്കുവേ. ഒരു 3-4 വിസിലടിക്കും. വെള്ളക്കടലയാണ്, ഇച്ചിരി വലിപ്പമുള്ള കടലയാണ്, വേഗണം. അപ്പോൾ കടല വെന്തില്ലെങ്കിൽ നമ്മുടെ കടലക്കറിയും കുളമാകും. അപ്പം നന്നായിട്ട് വേവിച്ചെടുക്കണം കടല. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് തന്നെ അടിക്കാം. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കടലയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ട് വെക്കുവാണ്. എപ്പോഴും കടലക്കറി വേവിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എപ്പോഴും പുട്ടുണ്ടാക്കാവുള്ളൂ. അപ്പോൾ പിന്നെ ചൂടോടെ പുട്ട് കഴിക്കാമല്ലോ അല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും തേങ്ങയൊക്കെ ചിരകി വെച്ചതിന് ശേഷം മാത്രമേ പുട്ട് നനയ്ക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുട്ട് നനച്ചിട്ട് തേങ്ങ തിരുമാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് കട്ടിയായിട്ടിരിക്കും കേട്ടോ. ഉണക്കപ്പുട്ട് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് തേങ്ങയൊക്കെ ചിരകിയതിന് ശേഷം പുട്ട് നനയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഒന്ന് നനച്ചെടുക്കുവാണ്. തേങ്ങ ചിരകി വെച്ചിരിക്കുവാണേ. നമ്മുടെ വെള്ളത്തിലോട്ട് തന്നെ ഇച്ചിരി ഉപ്പിട്ടിട്ട് ആ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ച് നനച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചൂട് വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അത് നമ്മൾ നനച്ചെടുക്കുവാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. പുട്ടുപൊടി തന്നെ വേണമെന്നില്ല. പുട്ടുപൊടി ഇല്ലാതെ നമ്മുടെ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചൂടുവെള്ളത്തിലോട്ട് ലേശം ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പൊടി നനയ്ക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്തവരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാരേജ് കഴിയുന്ന കുട്ടികളായിരിക്കും ഇപ്പോൾ കൂടുതലും. അവർക്കൊന്നും പാചകത്തിനോട് വലിയ താല്പര്യം കാണത്തില്ല, അറിവും ഉണ്ടാകത്തില്ല. ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയി നിൽക്കുന്നവർക്കും ഒറ്റയ്ക്കൊക്കെ വീട് മാറി താമസിക്കുന്നവർക്കും, അതായത് ഇപ്പം മാരേജ് കഴിഞ്ഞവർക്കൊക്കെ കേട്ടോ. നമ്മളുമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. മാരേജ് കഴിഞ്ഞ സമയത്തൊന്നും നമുക്ക് വലിയ പിടിയൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത്. കാരണം നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊന്നും അറിയാത്തവരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് പുട്ട് പുഴുങ്ങി അത്ര പരിചയമൊന്നും ഇല്ല കേട്ടോ. അമ്മ വീട്ടിൽ ചെയ്ത് കണ്ട അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഈ പുട്ടെല്ലാം പുട്ടുകുറ്റിക്ക് അതോട്ട് തിരികെ കയറ്റി കുത്തി നിറച്ച് അവസാനം ഇച്ചിരി തേങ്ങയും വെച്ച് അടുപ്പിലോട്ട് വെച്ചു. അവസാനം ആവിയൊക്കെ വന്നിട്ട് കുത്തി ഇറക്കാൻ നോക്കിയപ്പോഴത്തേക്കും പുട്ടെല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് നടക്കും. അപ്പോൾ പുട്ടുകുറ്റിക്കകത്തോട്ട് പുട്ടൊക്കെ നിറച്ച് വെച്ചിട്ട് ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വെച്ചു. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആവിയൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് പുട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പുട്ട് വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ട്. തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂടുതലിടുന്നതാണ് നമ്മുടെ പുട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ പുട്ടുപൊടി തന്നെ കൊണ്ട് പുട്ടുണ്ടാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കടലക്കറി. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് കുറുകി വരണം കടലക്കറി. അപ്പോൾ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി തന്നെയാണ്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടലക്കറിക്ക് ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താലും മതി. ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് കടലക്കറിയും നല്ല പുട്ടും ചായയുമാണ്.
അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തേക്ക് നമുക്ക് നല്ല കോളിഫ്ലവറിൻ്റെ ബജ്ജിയാണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയൊന്നുമല്ല, മേടിച്ചതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്.